എൻ രക്ഷകനേശുനാഥനെന്നും ജീവിക്കുന്നു. എന്നെ കൈവിടാതെ കാത്തു നിത്യം പാലിക്കുന്നു. എന്നെ കൈവിടാതെ കാത്തു നിത്യം പാലിക്കുന്നു. ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുവിനെ. ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുവിനെ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി പുകഴ്ത്തിയിടുമേ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി പുകഴ്ത്തിയിടുമേ. ഇരുളിൻ പാതയിലിടറും നേരത്തിൽ തുണയായി വന്നിടും കരം പിടിച്ചു വഴി നടത്തും കരുണയിനുറവിടം കരം പിടിച്ചു വഴി നടത്തും കരുണയിനുറവിടം ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുവിനെ. ഞാൻ പാടി സ്തുതിച്ചിടുമേ എൻ രക്ഷകനേശുവിനെ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി പുകഴ്ത്തിയിടുമേ. എൻ ജീവിതകാലമെല്ലാം ഞാൻ പാടി പുകഴ്ത്തിയിടുമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് എബ്രായലേഖനം 2-ാം അധ്യായം അതിന് 3-4 വാക്യങ്ങളെ ആസ്പദമാക്കി രക്ഷയുടെ വലുപ്പം എന്നുള്ളൊരു വിഷയമാണ് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ദൈവദിനത്തിലൂടെ ത്രികാല രക്ഷയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ തങ്ങൾ സാധിക്കും. 1 പത്രോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിൽ ആത്മരക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ദേഹരക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ പൂർണ്ണ രക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെ ത്രികാല രക്ഷയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ ഇത്ര വലിയ രക്ഷയെന്ന് പറഞ്ഞിരിക്കുന്നതിന് കാരണം അത്ര വലിയ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. പാവം ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് വിടുതൽ പ്രാപിക്കുമ്പോൾ ശിക്ഷയിൽ നിന്നും വിടുതൽ ലഭിക്കും. ഇക്കാലങ്ങളിൽ അനേകർ രക്ഷിക്കപ്പെടുന്നത് ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനേക്കാൾ ഭൗമിക അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും വേണ്ടിയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന് രക്ഷകനെ കണ്ടെത്തിയ വ്യക്തിക്ക് ഉണ്ടാകുന്ന ആത്മീയ ഭൗമിക നേട്ടങ്ങളെ കണ്ട് വിശ്വാസത്തിലേക്ക് വരുന്നവരുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരുടെ ഉദ്ദേശം രക്ഷ അല്ല, ഭൗമിക നേട്ടങ്ങളും മറ്റുമായിരിക്കും. മറ്റു ചിലർ പല സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനായിരിക്കും. ഇങ്ങനെയുള്ളവർക്കും രക്ഷയുടെ വലുപ്പം തിരിച്ചറിയുവാൻ സാധ്യമല്ല. മറ്റു ചിലർ വിവാഹം കഴിക്കുന്നതിന് വേണ്ടി വിശ്വാസ സമൂഹത്തിലേക്ക് ചേക്കേറാറുണ്ട്. ഇവർക്കും രക്ഷയുടെ വലുപ്പം എന്നത് തിരിച്ചറിയില്ല. ഇങ്ങനെ വിവിധ ഉദ്ദേശങ്ങളോടുകൂടെ വിശ്വാസത്തിലേക്ക് വരുന്നവർക്ക് പൂർണ്ണ രക്ഷ എന്തെന്ന് അറിയില്ല. ആദ്യമായി ഓർപ്പിച്ചതുപോലെ ആത്മരക്ഷയാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയതും എല്ലാവരും പ്രാപിക്കേണ്ടതും. അതോടൊപ്പം ദേഹരക്ഷയും പൂർണ്ണ രക്ഷയും പടിപടിയായി വന്നു ചേരും. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ രക്ഷ ഉറപ്പുവരുത്തുക. നിത്യനാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക. അതിനായി രക്ഷകന്റെ സന്നിധിയിലേക്ക് അടുത്തു വരിക. ദൈവവചനം പറയുന്നത്, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, അപ്പോൾ ദൈവവും അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എങ്കിൽ മാത്രമേ പിശാച് വിട്ട് ഓടിപ്പോവുകയുള്ളൂ. അതിന് ദൈവത്തിന് കീഴടങ്ങിയാൽ മാത്രമേ സാധ്യമാകുന്നുള്ളൂ. പാപബന്ധനത്തിൽ കിടക്കുന്ന മാനവജാതിയെ രക്ഷിച്ചെടുക്കുവാനാണ് ദൈവപുത്രനായ യേശു രക്ഷകനായി ഭൂമിയിൽ അവതരിച്ചത്. യേശുവിൽ കൂടെ മാത്രമേ മാനവജാതിക്ക് രക്ഷയുള്ളൂ. എങ്കിൽ മാത്രമേ ശിക്ഷയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ സാധ്യമാകുള്ളൂ. ആകയാൽ പ്രിയരെ, ഇപ്പോഴാകുന്ന സുപ്രസാദകാലം, ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. രക്ഷയുടെയും കൃപയുടെയും പെട്ടകത്തിനുള്ളിൽ ആര് പ്രവേശിക്കുമോ അവർക്ക് രക്ഷയാണ്. അത് തള്ളിക്കളയുന്നവർക്ക് നിത്യ ശിക്ഷയാണ് എന്ന് അറിയാതെ ഇരിക്കരുത്. ആകയാൽ നോക്കി നിൽക്കാതെ രക്ഷയുടെ പെട്ടകത്തിലേക്ക് പ്രവേശിക്കുക. ന്യായവിധിയുടെ ദിവസങ്ങൾ ആസന്നമായിരിക്കുന്നു. രക്ഷകൻ രക്ഷിതഗണത്തെ ചേർക്കുവാൻ വരാറായി. കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ പറന്നുയരും. ആ കൂട്ടത്തിൽ നിങ്ങളും കാണപ്പെടുവാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമായ കർത്താവ് എവർക്കും അതിനെ കൃപ ചെയ്യട്ടെ. തിരുവചന ഭാഗങ്ങൾ തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.